T20 വേൾഡ് കപ്പ് വലിയ ആശങ്കയിൽ നിൽക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബംഗ്ലാദേശ് ഇന്ത്യയിലേക്ക് വരാൻ വിസമ്മതിച്ചിരിക്കുകയാണ്. അത് ശ്രീലങ്കയിലേക്ക് മാറ്റണമെന്നുള്ളതാണ് അവരുടെ ആവശ്യം. എന്നാൽ ICC പറയുന്നത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വരേണ്ട ആവശ്യമില്ല, ഞങ്ങൾ വേറെ ടീമിനെ കണ്ടോളാം. സ്കോട്ട്ലാൻഡിനെയൊക്കെ ഇപ്പോൾ അതിൻ്റെ ബംഗ്ലാദേശിന് പകരമായിട്ട് കണ്ടെത്തി നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കും. സ്കോട്ട്ലാൻഡ് കളിക്കും. അതെ. അപ്പോൾ എന്തുകൊണ്ടാണ് ICCക്ക് ബംഗ്ലാദേശിൻ്റെ ഈ ഒരു ആവശ്യം പരിഗണിക്കാതിരുന്നത് എന്ന പല ചോദ്യങ്ങളും ഇപ്പോൾ വരുന്നുണ്ട്. എന്തുകൊണ്ടാണ്? അതായത് ബംഗ്ലാദേശിന്റെ ആവശ്യം വേണമെങ്കിൽ ICCക്ക് പരിഗണിക്കാമായിരുന്നു. കാരണം ഇപ്പൊ ഈ കഴിഞ്ഞ ഒരു മാസങ്ങൾക്ക് മുമ്പ് നടന്ന ICCയുടെ ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് നടന്നത് ദുബായിലായിരുന്നു. സത്യത്തിൽ നടക്കേണ്ടിയിരുന്നത് പാകിസ്ഥാനിലും ദുബായിലുമായിട്ടാണ് നടന്നത്. അപ്പോൾ പാകിസ്ഥാൻ അതിൽ ഇന്ത്യ പറഞ്ഞു പാകിസ്ഥാനിൽ കളിക്കാൻ ഞങ്ങൾ പോവില്ല എന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? ടീം ഇന്ത്യ പറഞ്ഞു കളിക്കില്ലെന്ന് പറഞ്ഞു. അത് BCCI ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡ് കടുത്ത നിലപാടെടുത്തു, പാകിസ്ഥാനിലേക്ക് പോകണ്ട. പ്രത്യേകിച്ച് ഓപ്പറേഷൻ സിന്ദൂറും പാകിസ്ഥാനുമായിട്ടുള്ള ആഭ്യന്തര പ്രശ്നങ്ങളും ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇന്ത്യ പാകിസ്ഥാനെതിരെ അടിച്ചു, പാകിസ്ഥാൻ തിരിച്ചടിച്ചു, പാകിസ്ഥാനിൽ കനത്ത നഷ്ടം ഉണ്ടായി. നമ്മുടെ കുറേ ആത്യന്തികമായ ജയമുണ്ടായത് നമുക്ക് തന്നെ, ഇന്ത്യക്ക് തന്നെയാണ് ജയമുണ്ടായത്. അതിനുശേഷമാണ് പ്രത്യേകിച്ച് ഇന്ത്യ പാകിസ്ഥാൻ ബന്ധം, ഉഭയകക്ഷി ബന്ധവും ഡിപ്ലോമാറ്റിക്കലി കുറേ വർഷങ്ങളായിട്ടും പ്രശ്നമാണ് കുറെ കൂടി രൂക്ഷമായത്. അപ്പോൾ ഇന്ത്യ പാകിസ്ഥാനിൽ പോവില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ICC ഇന്ത്യയുടെ ആവശ്യം അംഗീകരിച്ചു. പാകിസ്ഥാൻ ദുബായിൽ കളിച്ചാൽ മതി, ഇന്ത്യക്ക് ദുബായിൽ കളിക്കാണ് പല രാജ്യങ്ങളും. അപ്പോൾ ഇന്ത്യക്ക് എതിരാളികളായി വന്ന പല രാജ്യങ്ങളും കളിച്ചത് ദുബായിലായിരുന്നു. ഈവൻ ന്യൂസിലൻഡിന് പോലും അക്കാര്യത്തിൽ അതൃപ്തി ഉണ്ടായിരുന്നു. കാരണം ന്യൂസിലൻഡ് പറഞ്ഞത് കാരണം പാകിസ്ഥാനിൽ ഇപ്പോൾ കളി കഴിഞ്ഞ് 3 ദിവസം 2 ദിവസം പോലും അല്ല, 2-ാം ദിവസം ദുബായിൽ എത്തണം. അതായത് പാകിസ്ഥാനിൽ നിന്ന് ലാഹോറിൽ നിന്ന് ഇസ്ലാമാബാദിൽ നിന്ന് ഫ്ലൈറ്റിന് ദുബായിൽ എത്തണം. 4 മണിക്കൂർ യാത്രയുണ്ട്. അവർക്ക് വിശ്രമിക്കാൻ കേവലം 1 ദിവസം മാത്രമേ കിട്ടിയുള്ളൂ അവർക്ക് ന്യൂസിലാൻഡ്. അപ്പോൾ ന്യൂസിലാൻഡ് പറഞ്ഞു ഇന്ത്യക്ക് വളരെ അനാവശ്യമായ സൗജന്യങ്ങളും പ്രിവിലേജുകളും ഇങ്ങനെ ഇന്ത്യക്ക് വാരിക്കോരി ICC നൽകുകയാണ് എന്നൊരു കാര്യമാണ് പറഞ്ഞത്. ഇനി ബംഗ്ലാദേശിൻ്റെ ഇപ്പോഴത്തെ പുതിയ അപ്ഡേഷനിലേക്ക് വരാം. അതായത് ബംഗ്ലാദേശ് പറയാനുള്ള കാരണം ഇന്ത്യയിലെ സുരക്ഷാ പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടിയാണ് ബംഗ്ലാദേശ് ടൂർണമെന്റ് ബഹിഷ്കരിക്കുന്നത്. അവരുടെ ആവശ്യം ശ്രീലങ്ക, ഇപ്പൊ ഇന്ത്യക്ക് പുറമെ ഇന്ത്യയും ശ്രീലങ്കയുമാണ് സംയുക്തമായി ഈ ICC 2020 ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്നത്. ഇന്ത്യയുടെ മത്സരങ്ങൾ ഭൂരിഭാഗവും ഇന്ത്യയിൽ തന്നെയാണ്. സ്വാഭാവികമായിട്ടും അവർ പറഞ്ഞത് ഞങ്ങൾ അവിടെ ശ്രീലങ്കയിൽ കളിക്കാൻ തയ്യാറാണ്, അപ്പോൾ ഇന്ത്യയിൽ നിന്ന് വേദി മാറ്റണം. പ്രത്യേകിച്ച് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ബംഗ്ലാദേശിൽ രൂക്ഷമായ പ്രശ്നങ്ങൾ നിലനിൽക്കുകയാണ്. പ്രത്യേകിച്ച് അവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്കെതിരെ കലാപങ്ങളും അക്രമങ്ങളും ഒക്കെ ബംഗ്ലാദേശിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഇക്കഴിഞ്ഞ IPLന്റെ താരലേലത്തിൽ ബംഗ്ലാദേശിന്റെ ഒരു ഫാസ്റ്റ് ബൗളർ ഉണ്ട്, മുസ്തഫിസുർ റഹ്മാൻ എന്നാണ് ആ ഫാസ്റ്റ് ബൗളറുടെ പേര്. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് 18 കോടി രൂപക്കാണ് മുസ്തഫിസുർ റഹ്മാനെ സ്വന്തമാക്കിയത്. എന്നാൽ BCCI മുസ്തഫിസുർ റഹ്മാനെ ഒഴിവാക്കേണ്ട കാരണം ബംഗ്ലാദേശ് മുസ്തഫിസുർ റഹ്മാൻ ഇന്ത്യയിൽ കളിച്ച് IPL നടക്കുന്നത് ഇന്ത്യയിലാണല്ലോ. അപ്പോൾ IPL മുസ്തഫിസുർ റഹ്മാൻ വന്ന പ്രശ്നമാവും. അത് ബംഗ്ലാദേശിനും ഉണ്ടാകുന്ന പ്രത്യേകിച്ച് ഇവിടുത്തെ ഇതുണ്ടല്ലോ സംഘ് പരിവാർ സംഘടനകളുടെ ഭാഗത്തു നിന്നൊക്കെ പ്രശ്നങ്ങളുണ്ടാവും. പ്രത്യേകിച്ച് അവർ പരിവാർ സംഘടനകൾ മുസ്തഫിസുർ റഹ്മാനെ കളിപ്പിക്കില്ല എന്ന തരത്തിലൊക്കെ സോഷ്യൽ മീഡിയയിലും ചില മാധ്യമങ്ങളിലൊക്കെ റിപ്പോർട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് ബംഗ്ലാദേശിന് ഭയങ്കര കനത്ത ആഘാതമായിരുന്നു. കാരണം ബംഗ്ലാദേശിന്റെ ഒരു സ്റ്റാർ പേസ് ബൗളറാണ് മുസ്തഫിസുർ റഹ്മാൻ. അദ്ദേഹം IPLൽ മുമ്പ് വർഷങ്ങളായിട്ട് കളിക്കുന്ന ഒരു നല്ലൊരു മികച്ച ബൗളറാണ് മുസ്തഫിസുർ റഹ്മാൻ. എന്നാൽ മുസ്തഫിസുർ റഹ്മാനെ BCCI തടഞ്ഞു, കളിക്കേണ്ട. അങ്ങനെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനോട് പറഞ്ഞുകൊണ്ട് ടീമിൽ നിന്ന് ഒഴിവാക്കി. അത് ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡിനുണ്ടാക്കിയ ക്ഷീണം ചെറുതല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡിന് വല്ലാത്ത ഒരു അപമാനമാണ് സൃഷ്ടിച്ചത്. ഇനിയിപ്പോൾ പുതിയ വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ സുരക്ഷാ കാരണങ്ങൾ മുൻനിർത്തിയാണ് ബംഗ്ലാദേശ് ഈ ടൂർണമെന്റിൽ നിന്ന് പിന്മാറുന്നത്. അപ്പോൾ അതിന് കാരണമായിട്ട് പറയുന്നത് ഇന്ത്യയിൽ മതിയായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കാൻ തയ്യാറല്ല. പക്ഷേ BCCI അവർക്ക് ഉറപ്പ് കൊടുത്തിരുന്നു, മതിയായ സുരക്ഷയും മറ്റു കാര്യങ്ങളും ഞങ്ങൾ ഉറപ്പ് തരാം, പേടിക്കാനൊന്നുമില്ല, ഇവിടെ നല്ല ഏറ്റവും മുന്തിയ തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ നമുക്ക് തരാമെന്ന്. പക്ഷെ അങ്ങനെ ഒരു ടീം, പ്രത്യേകിച്ച് ബംഗ്ലാദേശ് എന്ന് പറയുന്ന മികച്ച ടീമാണ്. ഇപ്പം നിലവിൽ പാകിസ്ഥാനേക്കാൾ ശ്രീലങ്കയേക്കാൾ ഒരു വേള അഫ്ഗാനിസ്ഥാനേക്കാളൊക്കെ മികച്ച ടീമാണ് ബംഗ്ലാദേശ്. ഇപ്പോൾ ICC ഈ ബംഗ്ലാദേശിൻ്റെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് ശ്രീലങ്കയിലേക്ക് ഈ വേദി മാറ്റുകയാണെങ്കിൽ അത് ബംഗ്ലാദേശിന് കീഴിൽ വീഴുക അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സ്ഥിതിയായി പോകില്ല? അത് അതാണോ ചെയ്യുക? അല്ല, അങ്ങനെയല്ല. ഇപ്പൊ നമുക്കറിയാലോ സ്പോർട്സ് ആണിത്. സ്പോർട്സ് എന്ന് പറയുമ്പോൾ പല രാജ്യങ്ങളും അങ്ങനെ പല ഇന്ത്യ തന്നെ മറ്റേ പണ്ട് 2008-ലോ 2009-ലോ
IPL മത്സരങ്ങൾ നടത്തിയത് ദക്ഷിണാഫ്രിക്കയിലായിരുന്നു. അന്ന് എന്താണ്, ഇന്ത്യയിൽ പൊതു തെരഞ്ഞെടുപ്പ് നടക്കുന്നതുകൊണ്ട് മാറ്റി. പിന്നെ അത് മാത്രമല്ല, പാകിസ്ഥാനുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്ത് ഇന്ത്യയുടെ ആവശ്യമായിരുന്നു ഇന്ത്യ പാകിസ്ഥാനിൽ കളിക്കില്ലെന്ന് തിട്ടൂരൻ തന്നെ പറഞ്ഞു. അതുകൊണ്ട് ഇന്ത്യയുടെ ആവശ്യം താല്പര്യം പരിഗണിച്ചുകൊണ്ട് ICC ഇന്ത്യയുടെ മത്സരങ്ങൾ ദുബായിലാണ് നടത്തിയത്. അത് മനസ്സിലാക്കണം. അപ്പൊ അതുകൊണ്ട് വേണമെങ്കിൽ ബംഗ്ലാദേശിനെ വേണമെങ്കിൽ ICCക്ക് പരിഗണിക്കാമായിരുന്നു. കാരണം ലോക ക്രിക്കറ്റിൽ വ്യക്തമായ ഒരു മേൽവിലാസം കഴിഞ്ഞ 2 പതിറ്റാണ്ടിനിടെ രേഖപ്പെടുത്തിയ ഒരു ക്രിക്കറ്റ് ടീമാണ് ബംഗ്ലാദേശ്. ഒരുപിടി മികച്ച താരങ്ങൾ, പ്രത്യേകിച്ച് ഓപ്പണിങ്ങിലും അതുപോലെ തന്നെ മികച്ച ഫാസ്റ്റ് ബോളർമാരുമായി ലോകത്തിന് സംഭാവന ചെയ്ത ഒരു രാജ്യമാണ് ബംഗ്ലാദേശ്. അതായത് ബംഗ്ലാദേശിൽ 22 കോടിയോളം ആൾക്കാർ ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്നതാണ് സ്ഥിതി. കാര്യങ്ങളൊക്കെ അങ്ങനെയാണെങ്കിൽ തന്നെ ഇന്ത്യക്ക് ഒരിക്കലും ബംഗ്ലാദേശിന്റെ ആവശ്യം നിലവിൽ പരിഗണിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ബംഗ്ലാദേശിലെ ഇപ്പം എന്താണ് നമ്മളെ ഷെയ്ഖ് ഹസീനയെ അവിടുന്ന് മാറ്റിയതിനു ശേഷം വിദ്യാർത്ഥികളുടെ പ്രക്ഷോഭത്തിന് ശേഷം മുഹമ്മദ് യൂനസ് വന്നു. കടുത്ത രീതിയിലുള്ള ഇന്ത്യ വിരുദ്ധ നിലപാടെടുക്കുന്ന അവിടെയുള്ള ക്രിസ്ത്യൻ ഹിന്ദു ന്യൂനപക്ഷങ്ങളടക്കം വലിയ രീതിയിലുള്ള ഭീഷണികൾ അവിടെ ആക്രമിക്കപ്പെടുകയായിരുന്നത്. അപ്പം നിരന്തരമായിട്ട് പാകിസ്ഥാന്റെ സഹകരണത്തോടു കൂടിയിട്ട് ഈ യൂനസ് ഇന്ത്യ വിരുദ്ധ നിലപാടെടുക്കുകയായിരുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ബംഗ്ലാദേശിന്റെ ആവശ്യം ഒരിക്കലും ഇന്ത്യക്ക് പരിഗണിക്കാൻ സാധിക്കില്ല. അതാണ് ഇതിന്റെ മൊത്തത്തിലുള്ള അത് മാത്രമല്ല, അതും കൂടി സംഭവം അതാണ്. കഴിഞ്ഞ 3-4 മാസമായിട്ട് ബംഗ്ലാദേശിൽ പ്രശ്നങ്ങളാണ്. മതന്യൂനപക്ഷങ്ങൾക്കെതിരെ, പ്രത്യേകിച്ച് അവിടെ കൂടുതലുള്ള ഹിന്ദുക്കൾക്കെതിരെയൊക്കെ പ്രശ്നങ്ങളും കലാപങ്ങളും ഉപദ്രവങ്ങളും ഒക്കെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ. പ്രത്യേകിച്ച് ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളാണെങ്കിൽ ബംഗ്ലാദേശിൽ നേരെ തിരിച്ച് ഹിന്ദുക്കളാണ്. പ്രത്യേകിച്ച് അവിടെയുള്ള സംഘടനകൾ, ജമാഅത്ത് ഇസ്ലാമി ഉൾപ്പെടെയുള്ള പല സംഘടനകൾക്കെതിരെയും ആരോപണങ്ങളും ആക്ഷേപങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് അത് മാത്രമല്ല, മുഹമ്മദ് യൂനിസിന്റെ വന്നതിന് ശേഷം ബംഗ്ലാദേശ് ഇപ്പോൾ കൊടും ദാരിദ്ര്യമാണ്, ബംഗ്ലാദേശിൽ കൊടും പട്ടിണിയാണ്, പ്രശ്നമാണ്. ഈ സാമ്പത്തികമായിട്ട് തകർന്നും തരിപ്പണമായ ഒരു രാജ്യമാണ് ബംഗ്ലാദേശ് ഇപ്പോൾ സമീപകാലത്തായിട്ട്. അത് മാത്രമല്ല, ഇപ്പൊ ഷെയ്ഖ് ഹസീന കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ഷെയ്ഖ് നേരത്തെ ഗൗതം സൂചിപ്പിച്ചതുപോലെ ഒരു രാഷ്ട്രീയ അഭയം നൽകിയിരിക്കുകയാണ് ഇന്ത്യ. അപ്പൊ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ബേസിക്കലി ഇതൊരു ക്രിക്കറ്റാണ്. ICC പോലത്തെ ട്രോഫി, ICC ചാമ്പ്യൻസ് ട്രോഫിയാണ്. ഇപ്പൊ ബംഗ്ലാദേശിനെ കളി ഇഷ്ടപ്പെടുന്ന ആയിരങ്ങൾ ഇന്ത്യയിലുണ്ട്. ഇപ്പൊ ബംഗ്ലാദേശിൽ മികച്ച, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ക്രിക്കറ്റ് നമ്മളൊരു സ്പോർട്സ് എന്ന രീതിയിൽ, സ്പോർട്സിൽ ഒരു രാഷ്ട്രീയമുണ്ടെന്ന നേരാണ്. ഇപ്പൊ ഇറ്റലി പണ്ട് ആഷസ് എന്ന് പറഞ്ഞ ടൂർണമെന്റ് ഉണ്ട് ക്രിക്കറ്റിൽ, ലോകത്ത് അറിയപ്പെടുന്ന ടൂർണമെന്റാണ് ആഷസ് ക്രിക്കറ്റ്. ആഷസ് ക്രിക്കറ്റ് കളിക്കുന്ന ആരൊക്കെയാണ്? ഓസ്ട്രേലിയയും ഇംഗ്ലണ്ടും തമ്മിലാണ്. അത് ബദ്ധവൈരികളാണ്. അതുപോലെ ഇന്ത്യയും പാകിസ്ഥാനും ബദ്ധവൈരികളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പൊ ആഷസ് ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തീപാറുന്ന മത്സരങ്ങൾ, ആഷസിലെ 5 ടെസ്റ്റ് മത്സരങ്ങളാണ് ആഷസ് ക്രിക്കറ്റിൽ നടക്കുന്നത്. അതെന്ന് പറയുന്നത് കൊണ്ടും കൊടുത്തും, പ്രത്യേകിച്ച് ഇംഗ്ലണ്ടും ഓസ്ട്രേലിയയും തമ്മിൽ തീപാറുന്ന മത്സരങ്ങളായിരിക്കും സിഡ്നിയിലും മെൽബണിലും കാൻബറയിലും പോലത്തെ സ്റ്റേഡിയങ്ങളിൽ, പെർത്തിലൊക്കെ നടക്കുന്നത്. അപ്പോൾ സ്വാഭാവികം ഞാൻ ഈ ബംഗ്ലാദേശിനെ ന്യായീകരിക്കുകയോ ബംഗ്ലാദേശിനെ പറ്റി ആസ് എ സ്പോർട്സ് എന്ന രീതിയിൽ ഒരു കായിക വിനോദം, കാരണം 2020 ലോകകപ്പ് ആരംഭിക്കുന്നത് ബംഗ്ലാദേശിന് ചിന്തിച്ചുകൂടെ? അപ്പൊ ഇന്ത്യയിൽ വന്നുകൂടെ അവർക്ക്? അല്ല, അവര് പറയുന്നത് ഇന്ത്യയിൽ മതിയായ സുരക്ഷയില്ല, ഇന്ത്യയിൽ തങ്ങൾ ഇന്ത്യയിൽ കളിക്കാൻ ഭയമാണെന്നാണ് ബംഗ്ലാദേശ് പറയുന്നത്. ഞാൻ പറയുന്നതല്ല. അല്ല, കൃത്യമായിട്ട് അതിന് പക്ഷെ അവർ കാരണങ്ങൾ അവിടെയാണ് ബംഗ്ലാദേശിന്റെ ആവശ്യം പരിഗണിക്കാതിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഞാൻ നേരത്തെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എന്താണത് കൃത്യമായിട്ട് അവർക്ക് അതിനെ സ്പെസിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. ഭീഷണിയാണ് ബംഗ്ലാദേശിലും പറ്റുന്നുണ്ട്. ഞാൻ പറയാം, കഴിഞ്ഞ മാസം മുസ്തഫിസുർ റഹ്മാൻ എന്ന് പറയുന്ന പേസ് ബോളറിനെ IPL നിന്ന് BCCI ഒഴിവാക്കാനുണ്ടായ കാരണത്തെപ്പറ്റി BCCI പറഞ്ഞ കാര്യം, മുസ്തഫിസുർ റഹ്മാൻ ഇന്ത്യയിൽ കളിക്കുകയാണില്ല. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് വേണ്ടി 18 കോടി രൂപക്കാണ്, സീസണാണല്ലോ, കഴിഞ്ഞ ഈ ഡിസംബറിലാണ് താരലേലം നടന്നത്. അപ്പോൾ അദ്ദേഹത്തിന് 18 കോടി രൂപക്കാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് സ്വന്തമാക്കിയത്. അപ്പൊ മുസ്തഫിസുർ റഹ്മാൻ ഇന്ത്യയിൽ വരികയാണെങ്കിൽ പ്രശ്നമുണ്ടാവും. പ്രത്യേകിച്ച് ഇവിടുത്തെ സംഘപരിവാർ സംഘടനകളുടെ ഭാഗത്തുനിന്ന് ഭീഷണിയും, മത്സരങ്ങൾ നടക്കുന്ന വേദികളിൽ പ്രശ്നങ്ങളും എന്തെങ്കിലും തരത്തിലൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് മുൻകൂട്ടി കാണിച്ചുകൊണ്ട് അയാളെ ഒഴിവാക്കി. അതായത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് BCCI ഒഴിവാക്കി. അപ്പൊ അത് ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡിന് അതൊരു ക്ഷീണമായിരുന്നു. കാരണം അവരുടെ ഏറ്റവും മികച്ച ഇപ്പൊ ലോക ക്രിക്കറ്റിൽ തന്നെയുള്ള ഒരു 10 മികച്ച പേസ് ബോളർമാരിൽ ഒരാളാണ് മുസ്തഫിസുർ റഹ്മാൻ. അപ്പൊ മുസ്തഫിസുർ റഹ്മാനെ ഒഴിവാക്കിയത് ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡിന് കനത്ത അപമാനമാണ് ഉണ്ടാക്കിയത്. അപ്പൊ അത് ഒരു കാര്യം മാത്രമല്ല, പ്രത്യേകിച്ച് ബംഗ്ലാദേശുമായിട്ട് ഇപ്പൊ നയതന്ത്ര തലത്തിൽ
ഇപ്പോൾ ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധത്തിലൊക്കെ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് 2-3 മാസങ്ങളായിട്ട് അത്ര സുഖകരമായ ബന്ധമല്ല ഗൗതം നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിലനിൽക്കുന്നത്. കാരണം ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ ഉണ്ടായ വലിയ അരി ഇന്ത്യയിൽ നിന്ന് അരി പോവായിരുന്നു, അരി ബംഗ്ലാദേശിലേക്ക് കയറ്റുമതി ചെയ്യുമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കഴിഞ്ഞ 1 മാസം മുമ്പ് അരി കയറ്റുമതി അങ്ങോട്ട് വിടുന്നില്ല. ബംഗ്ലാദേശിൽ പ്രശ്നങ്ങൾ നടക്കുന്ന കാരണം അരി കയറ്റുമതി ബംഗ്ലാദേശിൽ പട്ടിണിയും പരിവട്ടമാണെന്നാണ് പുറത്തുവന്ന റിപ്പോർട്ടുകൾ. ഇപ്പൊ രാജ്യാന്തര BBC-യിലും അൽ ജസീറയിലൊക്കെ അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ, റഷ്യ ടുഡേയിലൊക്കെ അതുമായി NDTV-യിലൊക്കെ അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇപ്പൊ ഇന്ത്യയിൽ നിന്നുള്ള ഭക്ഷ്യവസ്തുക്കൾ ബംഗ്ലാദേശിലേക്ക് പോകുന്നില്ല. അരി മാത്രമല്ല, പല ഭക്ഷ്യവസ്തുക്കളും ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന പല ബംഗ്ലാദേശ് തുണി ഉൽപ്പാദിപ്പിക്കില്ല, ടെക്സ്റ്റൈൽസ് പ്രൊഡക്റ്റുകൾ ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയിലേക്കും വരുന്നില്ല. അതെ. അപ്പൊ ഇന്ത്യ ബംഗ്ലാദേശ് നയതന്ത്ര വിദേശകാര്യ ബന്ധത്തിൽ ഇപ്പോൾ വിള്ളൽ വീണിരിക്കുകയാണ്. കാരണം കഴിഞ്ഞ 3-4 മാസമായിട്ട്. ഇതിൽ മാത്രമല്ല ഗൗതം, വേറെ എടുത്തു പറയേണ്ട കാര്യം ബംഗ്ലാദേശിനെ പിന്തുണച്ചുണ്ട്. അതായത് ബംഗ്ലാദേശ് പറഞ്ഞത് ശ്രീലങ്കയിലേക്ക് മാറ്റണമെന്നാണല്ലോ വേദി പറഞ്ഞത്. പാകിസ്ഥാൻ പിന്തുണച്ചു. അതാണ് ബാക്കിയുള്ള രാജ്യങ്ങൾ, ഈ ICC ചാമ്പ്യൻസ് ട്രോഫിയിൽ കളിക്കുന്ന ബാക്കി എല്ലാ ടീമുകളും ഇന്ത്യക്കൊപ്പമായിരുന്നു. എന്നാൽ പാകിസ്ഥാൻ മാത്രമാണ് അത് പിന്തുണച്ചത്. സ്വാഭാവികമായിട്ടും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബംഗ്ലാദേശിന് വലിയ തലവേദനയായി. ബംഗ്ലാദേശിന് തലവേദന. അതുകൊണ്ട് ICCക്ക് ഒന്നും കൂടി ദേഷ്യം കയറി. കാരണം ഇപ്പൊ അല്പസമയം 1 മണിക്കൂർ മുമ്പ് അമിത്ഷായുടെ മകനായ ജയ്ഷായാണ് ICCയുടെ ചെയർമാൻ. അദ്ദേഹം ആ പിന്മാറ്റം സ്ഥിരീകരിച്ചു, പകരക്കാരെ പ്രഖ്യാപിച്ചു. സ്കോട്ട്ലാൻഡാണ് ഗ്രൂപ്പ് സി, അതായത് ഗ്രൂപ്പ് സിയിലാണ് ബംഗ്ലാദേശ് കളിക്കേണ്ടത്. ഗ്രൂപ്പ് സിയിൽ കളിക്കേണ്ട സ്കോട്ട്ലാൻഡാണ് ബംഗ്ലാദേശിന് പകരമായിട്ട് കളിക്കുന്നത്. അപ്പൊ ആ ഗ്രൂപ്പിനൊന്നും പരിചയപ്പെടാം. ഗ്രൂപ്പ് സിയിൽ ഇംഗ്ലണ്ട് കളിക്കുന്നുണ്ട്, വെസ്റ്റ് ഇൻഡീസ് ഉണ്ട്, ഇപ്പൊ ബംഗ്ലാദേശിന് പകരം സ്കോട്ട്ലാൻഡ്, പിന്നെ ഒന്ന് ഇറ്റലി, പിന്നെ നേപ്പാൾ. അപ്പൊ ഗ്രൂപ്പ് സിയിലായിരുന്നു ബംഗ്ലാദേശ് കളിക്കേണ്ടത്. അപ്പൊ ബംഗ്ലാദേശിന് പകരമായിട്ട് ലോക ക്രിക്കറ്റിൽ 14ാം റാങ്കിലുള്ള ഒരു രാജ്യമാണ് സ്കോട്ട്ലാൻഡ്. ബംഗ്ലാദേശ് ആദ്യ 6 തന്നെ ബംഗ്ലാദേശിലുണ്ട്. അപ്പൊ ബംഗ്ലാദേശ് അത് മാത്രമല്ല ഗൗതമേ, 22 ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡിന്റെ പ്രസിഡന്റ് അമീനുൽ ഇസ്ലാം ബുൾബുൾ, അയാൾ പറഞ്ഞത് 22 കോടി ജനങ്ങൾ ബംഗ്ലാദേശിൽ ക്രിക്കറ്റിനെ സ്നേഹിക്കുന്ന ആൾക്കാരാണെന്നാണ് പറയുന്നത്. അപ്പൊ അത് സംപ്രേഷണാവകാശം, ക്രിക്കറ്റ് എന്നല്ല, സ്പോർട്സ് എന്ന് പറയുന്നത് ബേസിക്കലി ഒരു ബിസിനസ്സും കൂടിയാണ്. ഇത് ബിസിനസിനെ ബാധിക്കും. സ്റ്റാർ സ്പോർട്സ് ആണ് 2020 ലോകകപ്പ് ഔദ്യോഗികമായിട്ട് സംരക്ഷണം ചെയ്യാൻ പോകുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ബംഗ്ലാദേശിലെ മത്സരങ്ങളും സംരക്ഷണം ചെയ്യുന്നതും എല്ലാവരുടെയും സ്റ്റാർ സ്പോർട്സ് ആണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതൊരു ബിസിനസ്സാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ സംപ്രേഷണാവകാശം, ഈ ഷെയ്ഖ് ഹസീനയെ ഇന്ത്യയിലാണ് അവരുള്ളത്. അവരെ ഇന്ത്യയിൽ പാർപ്പിച്ചതിൽ യാതൊരു തരത്തിലുള്ള താല്പര്യവും ആയിരിക്കില്ല, യുനെസിനില്ല, ബംഗ്ലാദേശിൽ. അങ്ങനെ ഷെയ്ഖ് ഹസീനയുള്ള ഒരു നാട്ടിൽ നമ്മൾ വന്ന് കളിക്കില്ല എന്നും കൂടി ഈ തീരുമാനത്തിന് പിന്നിലുണ്ട്. തീർച്ചയായിട്ടും ബംഗ്ലാദേശ് ഇപ്പോൾ ടൂർണമെന്റ് ബഹിഷ്കരിക്കാൻ, അതായത് ലോകകപ്പ് ബഹിഷ്കരിക്കാനുള്ള പല തീരുമാനങ്ങളുടെ കൂട്ടത്തിൽ അതും ഒരു കാരണമാണ്. ഷെയ്ഖ് ഹസീന ഉള്ള ഇന്ത്യയിൽ കളിക്കാൻ ഞങ്ങൾ താല്പര്യമില്ല. അപ്പൊ ചിലപ്പോൾ അതും അവർ സുരക്ഷാ കാരണങ്ങളൊക്കെ ഒരു വേള ഒരു ന്യായമായിട്ട് തട്ടാമുട്ടി ന്യായങ്ങളായിട്ട് പറയുന്നതും ആവാം. ഞാൻ പറയുന്നത് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് കൃത്യമായ സുരക്ഷാ സംവിധാനം നൽകുമെന്ന് ഉറപ്പാക്കിക്കൊണ്ട് ഇനിയിപ്പോ ഓപ്ഷൻ ഇല്ല. വേണമെങ്കിൽ വന്ന് കളിക്കുക എന്ന് പറയുന്ന ഓപ്ഷൻ ആയിരുന്നു നേരത്തെ വെക്കേണ്ടിയിരുന്നത്. കാരണം അതിന്റെ ഓൾറെഡി വെച്ച് കഴിഞ്ഞു. ഇന്ത്യ പറഞ്ഞിരുന്നു, BCCI പറഞ്ഞിരുന്നു, ICC പറഞ്ഞിരുന്നു, മതിയായ സുരക്ഷ നിങ്ങൾക്ക് തരും, നിങ്ങളുടെ കളിക്കാർക്കോ ഒഫീഷ്യലുകൾക്കോ യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാവില്ല, നല്ല മികച്ച രീതിയിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഞങ്ങൾ ഏർപ്പെടുത്തും എന്ന രീതിയിൽ ICC അവർക്ക് കൊടുത്തിരുന്നു. എന്നാൽ ICCയുടെ ആ വാക്കുകളും അവർ മുഖവിലക്കെടുത്തില്ല. അവർക്ക് ഇപ്പൊ മിനിയാന്നായിരുന്നു, ഇന്നലെ കഴിഞ്ഞ ദിവസം ഒന്നും പറയേണ്ടത്, ഒരു ദിവസം 24 മണിക്കൂർ സമയമാണ് അവർ കൊടുത്തത് തീരുമാനം അറിയിക്കാൻ. പക്ഷെ അവര് കഴിഞ്ഞ ദിവസം രാത്രിയായപ്പോൾ തന്നെ അവർ എല്ലാ ചാനലുകളും ബ്രേക്ക് ചെയ്തു, ബംഗ്ലാദേശ് ICC ടൂർണമെന്റിൽ നിന്ന് പിന്മാറി, ബഹിഷ്കരിച്ചു എന്ന ഒരു തീരുമാനം വന്നു. എന്തായാലും ബംഗ്ലാദേശ് ഇല്ലാത്തത് നമുക്കൊരു ക്രിക്കറ്റ് പ്രേമി എന്ന രീതിയിൽ നമുക്ക് വിഷമമുണ്ട്. കാരണം ബംഗ്ലാദേശിന് മേൽവിലാസമുള്ള ഒരു രാജ്യമാണ്. പ്രത്യേകിച്ച് ഇന്ത്യയും, ഇപ്പൊ സത്യം പറഞ്ഞാൽ ഇന്ത്യയും ചിരവൈരികളായ പാകിസ്ഥാനും തമ്മിൽ ഏറ്റുമുട്ടുന്നതിനേക്കാൾ ഇപ്പൊ ഒരു ക്രിക്കറ്റ് ആരാധകൻ എന്ന രീതിയിൽ ഞാൻ ബംഗ്ലാദേശിനെ ഇഷ്ടപ്പെടുന്നുണ്ട്. കാരണം ബംഗ്ലാദേശ് നല്ല കാരണം പാകിസ്ഥാൻ അത്ര വലിയ ഇപ്പൊ നിലവിൽ അത്ര വലിയ ടീമൊന്നുമല്ല. പാകിസ്ഥാന് പേസ് ബോളിങ്ങും അത്ര വലിയ ബാറ്റിംഗ് നിലയുള്ള ടീമൊന്നുമല്ല. എന്തായാലും ഇവിടെ ബംഗ്ലാദേശാണ് ഇന്ത്യയിൽ വന്ന് കളിക്കില്ല എന്ന് അറിയിച്ചിരിക്കുന്നത്. അത് ഇന്ത്യ കളിപ്പിക്കില്ല എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ അവർ വരണ്ട എന്നും പറഞ്ഞിട്ടില്ല. ഇവിടെ ഷെയ്ഖ് ഹസീന ഇന്ത്യയിലാണ് ഉണ്ട് എന്ന് അതൊക്കെയാണ് കാരണമെങ്കിലും
യഥാർത്ഥത്തിൽ ഇതൊരു ഗെയിമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇന്ത്യയിൽ വന്ന് കളിക്കേണ്ടത്, ഞങ്ങൾക്ക് എല്ലാ സുരക്ഷിതത്വവും ഉറപ്പാക്കണം എന്ന് പറഞ്ഞിട്ട് ചെയ്യേണ്ടത് യഥാർത്ഥത്തിൽ ബംഗ്ലാദേശാണ്. ഇവിടെ ഈഗോ വർക്കൗട്ട് ആക്കിയിരിക്കുന്നത് ബംഗ്ലാദേശാണ്, അലമ്പ് ഉണ്ടാക്കിയിരിക്കുന്നത് ബംഗ്ലാദേശ്. ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ നമ്മൾ ഓപ്പറേഷൻ സിന്ദൂറും ആ വിഷയങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. എന്തായാലും വീണ്ടും നമ്മളത് ഉന്നയിച്ചുകൊണ്ട് ഗൗതം അത് ഉന്നയിച്ചുകൊണ്ട് വീണ്ടും അതിലേക്ക് ഒന്നുകൂടി വരാം. ഈ ഓപ്പറേഷൻ സിന്ദൂർ വന്നപ്പോൾ നമുക്കറിയാലോ, മറ്റേ ഭയങ്കര പ്രശ്നമായിരുന്നു. ഇന്ത്യ ശക്തമായ രീതിയിലാണ് പാകിസ്ഥാനെ ആക്രമിച്ചത്. പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും അതിർത്തി പ്രദേശങ്ങളിൽ ആക്രമണങ്ങളൊക്കെ ഉണ്ടായി. എങ്കിൽ പോലും ആത്യന്തികമായ ജയം നേടിയത് ലഷ്കർ തൊയ്ബയുടെയും അവരുടെ ഭീകര സംഘടനകളിലേക്ക് താവളങ്ങൾ ആക്രമിച്ചു. ഇന്ത്യ ശക്തമായ രീതിയിലാണ് പാകിസ്ഥാനിക്ക് മേൽ ആഞ്ഞടിച്ചത്. അപ്പോൾ അതിനുശേഷമായിരുന്നു ചാമ്പ്യൻസ് ട്രോഫി 2020 ക്രിക്കറ്റ് വരുന്നത്. ഇന്ത്യ 3 തവണയാണ് പാകിസ്ഥാനെ തോൽപ്പിച്ചത്, അതും ദുബായിൽ വെച്ചാണ്. ഇന്ത്യ ആക്ച്വലി കളിക്കേണ്ടിയിരുന്നത് പാകിസ്ഥാനിലായിരുന്നു. അതായത് ICC ഇടപെട്ടുകൊണ്ട് ഇന്ത്യ കളിക്കില്ലെന്ന്. കാരണം ഇന്ത്യ പിന്മാറിയെന്ന് വിചാരിക്കുക, ICC ചാമ്പ്യൻസ് ട്രോഫിയിൽ നിന്ന് ഇന്ത്യ പിന്മാറിയിരുന്നെങ്കിൽ കോടിക്കണക്കിന് ലക്ഷം രൂപയുടെ നഷ്ടമായിരിക്കും ICCക്കും, അതുപോലെ തന്നെ ഈ ബിസിനസ് ലോകത്തും, അതുപോലെ തന്നെ ഈ സ്റ്റാർ സ്പോർട്സിനും സംപ്രേഷണ അവകാശം ഏറ്റെടുക്കുന്ന കമ്പനികൾക്കൊക്കെ ഉണ്ടാകാൻ പോകുന്നത്. കാരണം ലോക ക്രിക്കറ്റിലെ ശക്തി എന്ന് പറഞ്ഞാൽ ഇന്ത്യ തന്നെയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ ഫിഫ ആഗോള ഫുട്ബോൾ സംഘടനയായ ഫിഫ കഴിഞ്ഞാൽ ലോകത്തെ 2ാമത്തെ സാമ്പത്തികമായി അഭിവൃദ്ധിയുള്ള ശക്തമായ സംഘടന BCCI ആണ്. BCCI എന്ന് പറഞ്ഞാൽ അറിയാലോ, ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡ്. അത് മാത്രമല്ല, ഈ ICC നയിക്കുന്നതും ഇന്ത്യ തന്നെയാണ്. ജയ്ഷാ എന്ന് പറഞ്ഞാൽ അമിത്ഷായുടെ മോനാണ് ICCയുടെ ചെയർമാൻ. അപ്പൊ അതുകൊണ്ട് ഇന്ത്യയെ പിണക്കിക്കൊണ്ടൊരു കാര്യത്തിനും ICC നിൽക്കില്ല. ഇപ്പൊ എന്തായാലും ഇന്ത്യയെ പിണക്കിക്കൊണ്ടൊരു കാര്യത്തിൽ ICC നിൽക്കരുത്. കാരണം തീർച്ചയായിട്ടും ഓരോ രാജ്യത്തിനും അവരുടേതായ താല്പര്യങ്ങള് അവര് പ്രവർത്തിക്കുന്ന ബോഡികൾക്ക് മേൽ കൃത്യമായിട്ടും ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പം ഇവിടെ ഇന്ത്യ എടുത്തൊരു തീരുമാനം നല്ലതായിട്ടുള്ളൊരു തീരുമാനം തന്നെയാണ്. ബംഗ്ലാദേശിന് ഒരുപക്ഷെ മാറി ചിന്തിക്കാമായിരുന്നു, ഇതൊരു ഗെയിമാണ്, ഈ ഒരു ഗെയിമാണ്. അങ്ങനെ അതിനൊരു മറുവശമുണ്ട്. ഇപ്പൊ തുഫൈല് പറഞ്ഞൊരു കാര്യം ഉണ്ടല്ലോ, അതായത് ടോട്ടലി ഇതൊരു ഗെയിമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇന്ത്യക്ക് വേണമെങ്കിൽ ശ്രീലങ്കയിലേക്ക് പോകായിരുന്നു. ഈ ആവശ്യം ആരും ഞങ്ങൾ വന്ന് കളിക്കില്ല എന്നാരാ പറഞ്ഞത്? ആദ്യം ബംഗ്ലാദേശാണ്. അപ്പം ബംഗ്ലാദേശാണ് യഥാർത്ഥത്തിൽ ഇതൊരു ഗെയിമാണ്, ഇതേ സമാനമായ സ്ഥിതിയാണ് ICC 4 മാസങ്ങൾക്ക് മുമ്പ് വന്ന ചാമ്പ്യൻസ് ട്രോഫിയിൽ ഉണ്ടായെന്ന് ഞാൻ പറയുന്നത്. ദുബായിൽ കളിച്ചത് അവിടെ വലിയൊരു വിഷയമുണ്ട്, അത് ആയിട്ട് ഇതിനെ കൂട്ടിക്കെട്ടേണ്ട ആവശ്യമുണ്ട്. ഇതേപോലെ ഇഷ്യൂ ആണ് ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഉടലെടുത്ത ഇന്ത്യ പാകിസ്ഥാൻ വിഷയങ്ങൾ. നിലവിൽ എന്താണ് ഇഷ്യൂ? നിലവിൽ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ അത്തരത്തില് യുദ്ധസമാനമായിട്ടുള്ള സിറ്റുവേഷൻ ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഷെയ്ഖ് ഹസീന ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയൊരു പ്രശ്നം ബംഗ്ലാദേശിന്റെ. അത് മാത്രമല്ല, അതാണ് പ്രധാന പ്രശ്നം. അതാണ് അതിൽ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ അതൊക്കെ ഒരു ഗെയിമിന്റെ പുറത്ത്, ഒരു ഗെയിം എന്ന് പറയുന്നത് എല്ലാവരെയും കോർത്തിണക്കുന്ന ഒരു വല്ലാത്തൊരു വികാരമാണ്. അത് ആ ഗെയിമിന്റെ പുറത്ത് ഇത്തരത്തിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് മറക്കണമായിരുന്നു ബംഗ്ലാദേശ് എന്നാണ് എനിക്ക് പറയാൻ. അങ്ങനെ നമ്മൾ ഇതൊരു ഗെയിമാണ്. ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കളിയാണ്, കായിക വിനോദമാണ്. ഇപ്പൊ ക്രിക്കറ്റ് കളി കാണാൻ ഇപ്പൊ ഞാൻ ഒരുപാട് ക്രിക്കറ്റ് കളി അന്താരാഷ്ട്ര മത്സരങ്ങൾ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. ഈ കൊച്ചി സ്റ്റേഡിയത്തിലും ഒരു 7-8 മാച്ച് കണ്ടിട്ടുള്ളത്. നമ്മൾ കളി കാണാൻ പോകുന്ന ഇന്ത്യയെ ഇപ്പൊ നമുക്ക് നമ്മുടെ ആഗ്രഹം എന്താണ്? ഇന്ത്യ ജയിക്കണം എന്നുള്ള വികാരമാണ്. ഇപ്പൊ ഇന്ത്യക്കെതിരെ ഓസ്ട്രേലിയക്കെതിരെ മത്സരം ഞാൻ കണ്ടിട്ടുണ്ട്. വെസ്റ്റ് ഇൻഡീസിനെതിരെ മത്സരം കൊച്ചി സ്റ്റേഡിയത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഇംഗ്ലണ്ടിനെതിരെ കണ്ടിട്ടുണ്ട്. നമുക്ക് ഇന്ത്യ ജയിക്കണം. നമുക്ക് സച്ചിന്റെയും ഗാംഗുലിയുടെയും അന്നൊക്കെ രാഹുൽ ദ്രാവിഡിന്റെയും ധോണിയുടെയും വീരേന്ദ്ര സെഹ്വാഗിന്റെ ഒക്കെ അടിപൊളി ബാറ്റിംഗ് കാണണം, വെടിക്കെട്ട് ബാറ്റിംഗ് കാണണം എന്ന് പറഞ്ഞാൽ പോകുന്നത്. അതുപോലെ തന്നെ സ്വാഭാവികമായിട്ടും ഇപ്പൊ ICC ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യ ഇവിടെ പാകിസ്ഥാനിൽ പോയിരുന്നെങ്കിൽ ഇന്ത്യ തന്നെ ജയിക്കുള്ളൂ. കാരണം പാകിസ്ഥാൻ ഇപ്പൊ നിലവിൽ ദുർബലമായ ടീമാണ്. ബാറ്റിങ്ങിലും ബൗളിങ്ങിലും ഫീൽഡിങ്ങിലും ദുർബലമായ ടീമാണ്. ഇന്ത്യ 3 തവണയാണ് ICC 2020 ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യ തോൽപ്പിച്ചത്. അപ്പൊ ഇവിടെ പറഞ്ഞു യുദ്ധസമാനമായിട്ടുള്ള സാഹചര്യമൊന്നും ഇന്ത്യയും ബംഗ്ലാദേശും പാകിസ്ഥാനും യുദ്ധസമാനമായില്ലെങ്കിലും ഡിപ്ലോമാറ്റിക്കലി രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം വഷളായിരിക്കുകയാണ്. അത് സത്യം തന്നെയാണ്, അത് ഉറപ്പായിട്ടും സത്യം തന്നെയാണ്. ഷെയ്ഖ് ഹസീന ഇവിടെയാണ് ഉള്ളത് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അപ്പൊ തുഫൈൽ പറഞ്ഞതാണ് യഥാർത്ഥത്തിലുള്ള പോയിന്റ്. അതായത് ഗെയിം എന്ന് പറയുന്ന ഒരു വികാരം, ആ വികാരത്തിന്റെ പുറത്ത് മറ്റു പ്രശ്നങ്ങളെല്ലാം മറക്കണമായിരുന്നു. ഇവിടെ ഏറ്റവും ആദ്യം പറഞ്ഞതാരാ ഇന്ത്യയിൽ വന്ന് കളിക്കില്ല എന്ന് പറഞ്ഞത്? അത് ബംഗ്ലാദേശാണ്. ബംഗ്ലാദേശിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ
മറക്കാൻ തയ്യാറല്ല എന്നുള്ളതാണ് ഇതിലൂടെ നമുക്ക് ബോധ്യമാവുന്നത്.